സഹായം അഭ്യർത്ഥിച്ച വയോധികയെ പരിഹസിച്ചിരിക്കുകയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ഇരിങ്ങാലക്കുട പുറത്തിശ്ശേരിയിൽ കലിംഗ് സംവാദത്തിനിടയിലായിരുന്നു സംഭവം നടന്നിട്ടുണ്ടായിരുന്നത്. എല്ലാവരും അറിഞ്ഞു കാണും. കരുവന്നൂർ ബാങ്കിലെ നിക്ഷേപം തിരികെ ലഭിക്കാൻ സഹായിക്കുമോ എന്നുള്ള വയോധികയുടെ അഭ്യർത്ഥനയോടെയാണ് സുരേഷ് ഗോപിയുടെ പരിഹാസം നിറഞ്ഞ മറുപടി. മുഖ്യമന്ത്രിയെ സമീപിക്കൂ എന്നായിരുന്നു ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മുഖ്യമന്ത്രിയെ തിരക്കി തനിക്ക് പോകാൻ പറ്റുമോ എന്ന് വയോധിക പ്രതികരിച്ചപ്പോൾ എന്നാൽ എന്റെ നെഞ്ചത്തോട്ട് അങ്ങ് കയറിക്കോ എന്നായിരുന്നു ആ നിലവിട്ട മറുപടി. ഞങ്ങളുടെ മന്ത്രിയല്ലേ സാർ നിങ്ങൾ എന്ന വയോധിക ചിരിച്ചു ചോദിച്ചു. ഞാൻ ഈ രാജ്യത്തിന്റെ മന്ത്രിയാണ് എന്നുള്ളതായിരുന്നു അപ്പോൾ മറുപടി വന്നത്. സുരേഷ് ഗോപി രാഷ്ട്രീയം നിർത്തി വീട്ടിലിരിക്കണം, അല്ലെങ്കിൽ വല്ല പടത്തിലും പോയി അഭിനയിക്കണം എന്നുള്ളത് മാത്രമേ ഇപ്പോ പറയാൻ സാധിക്കുള്ളൂ. എന്തിനാണ് ഈ തൃശ്ശൂർക്കാരെ എല്ലാവരെയും കൂടി ബുദ്ധിമുട്ടിക്കാനായിട്ട് കേന്ദ്രമന്ത്രി മന്ത്രി എന്നൊക്കെ ഉള്ള പേരും കൊണ്ട് അങ്ങോട്ട് ചെല്ലുന്നത്? ആ വോട്ട് കൊടുത്ത ജനങ്ങളെ മണ്ടന്മാരാക്കുകയല്ലേ? രാഷ്ട്രീയം പറ്റില്ല എന്നുണ്ടെങ്കിൽ സിനിമയിൽ പോയി അഭിനയിക്കുക. എന്തായാലും കാശുണ്ടാക്കാനായിരിക്കുമല്ലോ രാഷ്ട്രീയത്തിലോട്ട് വന്നത്. ജനങ്ങളെ സേവിക്കണമെന്ന് വിചാരിച്ചിട്ടായിരിക്കില്ലേ? കാശുണ്ടാക്കാനല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. കാരണം സിനിമയിൽ ഇതിനേക്കാൾ പൈസ ഉണ്ടാക്കാം, ചിലപ്പോൾ ഇതിനേക്കാൾ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാൻ സാധിക്കുമായിരിക്കും. എന്തിനാണെങ്കിലും സുരേഷ് ഗോപി പണത്തിന് വേണ്ടിയിട്ടാണ് വന്നത് എന്ന് ആരും തന്നെ വിശ്വസിക്കുന്നില്ല, ഏത് പാർട്ടിക്കാരും വിശ്വസിക്കുന്നില്ല. പക്ഷേ ഇങ്ങനെ ഒരു മാടമ്പി ചമഞ്ഞ് നാട്ടുകാരെ മൊത്തം ബുദ്ധിമുട്ടിച്ച് എന്തിനാണ് അവിടെ ഇങ്ങനെ നിൽക്കുന്നത്? ആ പദവി പറ്റില്ല എന്നുണ്ടെങ്കിൽ കളഞ്ഞിട്ട് പോകണം. മോദിയോട് പോയി പറയണം എന്നെ കൊണ്ട് ഇത് സാധിക്കില്ല എന്നുള്ളത്. അമിത്ഷായോട് പോയി പറയണം. പുള്ളിൽ നടത്തിയ ആദ്യ കലിംഗ് സംവാദം മുതൽ സുരേഷ് ഗോപി വിവാദങ്ങൾ തന്നെയാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. പുള്ളിൽ നിവേദനവുമായി എത്തിയ കൊച്ചു വേലായുധൻ എന്ന വയോധികനെ ആദ്യം അധിക്ഷേപിച്ചു. വീട് നൽകുന്നത് തന്റെ അധികാര പരിധിയിൽ വരുന്നതല്ല എന്നാണ് പിന്നീട് ന്യായീകരണമായിട്ട് സുരേഷ് ഗോപി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ മലക്കം പറഞ്ഞ് നിവേദനം നിരസിച്ചത് കൈപ്പിഴയാണ് എന്നും കൊടുങ്ങല്ലൂരിലെ കലിംഗ് സംവാദത്തിലെ വിശദീകരണമായിട്ട് വന്നിട്ടുണ്ട്. MP എന്നുള്ള നിലയിൽ സുരേഷ് ഗോപി തൃശ്ശൂരിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് BJPയിൽ നിന്ന് അടക്കമാണ് വലിയ വിമർശനം വരുന്നത്. ഇതിനെ തുടർന്ന് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ് കലിംഗ് വികസന സംവിധാനം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി നടത്തിയ കലിംഗ് സംവാദത്തിനിടെ അപമാനിതയായതിൽ വിഷമമുണ്ട് എന്ന് പുറത്തുശ്ശേരി സ്വദേശി ആനന്ദവല്ലിയും പ്രതികരിച്ചിരിക്കുകയാണ്. നല്ല മറുപടി ലഭിക്കാത്തതിൽ വലിയ വിഷമമാണുള്ളത്. മന്ത്രിയെ കണ്ട സന്തോഷത്തിലാണ് ചോദ്യം ചോദിച്ചത് എന്നും ആനന്ദവല്ലി പറയുന്നുണ്ട്. അതേസമയം സുരേഷ് ഗോപിയുടെ കലിംഗ് സംവാദം ആളുകളെ ആക്ഷേപിക്കുന്ന പരിപാടിയായി മാറിയെന്ന് CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൾ ഖാദർ പറയുകയാണ്. ഇരിങ്ങാലക്കുട പുറത്തുശ്ശേരി കണ്ടാരത്തറ മൈതാനത്ത് നടന്ന കലിംഗ് സംവാദ പരിപാടിക്കിടെയാണ് ആനന്ദവല്ലി സുരേഷ് ഗോപിയോട് സഹായം ചോദിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ സുരേഷ് ഗോപിയുടെ മറുപടി വിവാദമായതോടെയാണ് പ്രതികരണവുമായിട്ട് ആനന്ദവല്ലി തന്നെ നേരിട്ട് രംഗത്ത് വരുന്നത്. മന്ത്രിയെ കണ്ട സന്തോഷത്തിലാണ് ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അദ്ദേഹത്തിൽ നിന്ന് ലഭിച്ച മറുപടി വലിയ വിഷമം ഉണ്ടാക്കുകയായിരുന്നു. സുരേഷ് ഗോപി ഒരു നല്ല വാക്കുപോലും പറഞ്ഞില്ല എന്നും ആനന്ദവല്ലി പറയുകയാണ്. കലിംഗ് സംവാദം ആളുകളെ ആക്ഷേപിക്കുന്ന പരിപാടിയായി മാറിയെന്നും ജനപ്രതിനിധിക്ക് ചേർന്ന നടപടി അല്ല സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്നും CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൾ ഖാദറും വ്യക്തമാക്കുകയാണ്. ED കണ്ടുകെട്ടിയ ബാങ്കിലെ പണം വിതരണം ചെയ്യാൻ നിയമപരമായ തടസ്സമുണ്ട് എന്നും പിടിച്ചെടുത്ത പണത്തിന്റെ ഉടമകൾ കേസുകളുമായി മുന്നോട്ട് പോവുകയാണെന്നും ഇത് തീർപ്പാക്കാതെ പണം വിതരണം ചെയ്താൽ തിരിച്ചടിയാകാൻ സാധ്യതയുണ്ട് എന്നും അദ്ദേഹം പറയുകയാണ്. എന്തു തന്നെയാണെങ്കിലും സുരേഷ് ഗോപിയെ തെരഞ്ഞെടുത്ത് വിട്ടതിൽ തൃശ്ശൂരുകാർ മൊത്തമായി ഇപ്പോൾ ഖേദിക്കുകയാണ്. ഏറ്റവും നല്ലത് സുരേഷ് ഗോപിയെ വ്യക്തിപരമായി സുരേഷ് ഗോപിക്ക് ഏറ്റവും നല്ലത് രാജിവെച്ച് പുറത്തുപോയി എനിക്ക് തെറ്റുപറ്റി എന്ന് സമ്മതിക്കുന്നതാണ്.